നടൻ ബാലയുടെയും ഗായിക അമൃത സുരേഷിന്റെയും വിവാഹം നടന്നത് 2010-ലായിരുന്നു. നടൻ ഇരുവരുടെയും പ്രണയവിവാഹവുമായിരുന്നു. എന്നാൽ 9 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വേർപിരിയുകയും ചെയ്തു. മാനസികവും ശാരീരികവുമായ പീഡനമാണ് വിവാഹമോചനത്തിന് കാരണമെന്ന് അമൃത പറയുകയുണ്ടായി. ബാലയുടെ ആദ്യ വിവാഹത്തെക്കുറിച്ച് തന്നോട് മറച്ചുവെച്ചുവെന്നും വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് താൻ ഈ വാർത്ത അറിഞ്ഞതെന്നും അമൃത സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇരുവരുടെയും വിവാഹമോചനത്തിന് ശേഷം ബാല മറ്റൊരു വിവാഹം കഴിക്കുകയും തന്റെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കെയാണ് ബാലയ്ക്കെതിരെ വീണ്ടും കേസുമായി അമൃത രംഗത്തെത്തിയിരിക്കുന്നത്. കോടതിയിൽ നൽകിയ ഡിവോഴ്സ് പെറ്റീഷൻ രേഖയിൽ കൃത്രിമം കാണിച്ചു എന്നാണ് ആരോപണം. ഡിവോഴ്സ് പെറ്റീഷൻ രേഖയിൽ ബാല ഒപ്പ് വ്യാജമായി ഇട്ടു എന്ന് പരാതിയുണ്ട്. കൂടാതെ മകളുടെ പേരിലുള്ള ഇൻഷുറൻസിൽ തിരിമറി കാണിച്ചു, ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന 15 ലക്ഷം രൂപ പിൻവലിച്ചു, വ്യാജരേഖകൾ ഉണ്ടാക്കി എന്നിങ്ങനെയുള്ള ആരോപണങ്ങളാണ് അമൃത നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെയിരിക്കെ ഈ ബാല കേൾക്കാമോ? പരാതിയെക്കുറിച്ചുള്ള ബാലയുടെ വിശദീകരണം എന്താണെന്ന് നമുക്ക് ബാല, നോക്കാം. ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ട് ബാല. ബാല മോളുടെ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തു, ആ ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്തു എന്നാണ് അമൃത പറയുന്നത്. ശരിയാണോ അത്? നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കേൾക്കുന്നത്. എന്താണുള്ളത് ഞാൻ അന്വേഷിക്കുന്നു. കുറെ കേസ് പിന്നെയും വന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ ഞാൻ ഒരു സ്വസ്ഥമായിട്ട് ഒരു മാരേജ് ലൈഫില് ഒരു പ്രശ്നമില്ലാണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ പരാതികൾ പിന്നെയും പിന്നെയും വരുന്ന എനിക്ക് അറിയുന്നില്ല. അമൃത പറഞ്ഞത് വളരെ മനോഹരമായിട്ട് കുടുംബജീവിതത്തിലേക്ക് പോയിക്കൊണ്ട് ഓക്കെ ഫൈൻ. അല്ല, മകളുടെ പേരിൽ ഇൻഷുറൻസ് അടച്ചിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കട്ടെ, എനിക്ക് അറിഞ്ഞാലേ എനിക്ക് പറയാം. അതെ, മകളുടെ പേരിൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തോ ബാല? എന്നത്തെ കേസിന് അതിന് മേലെ കുറേ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്ക് ഒന്നും അറിയില്ല. ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത് ഞാൻ ആദ്യം ഒന്ന് അന്വേഷിക്കട്ടെ. ഓക്കെ, താങ്ക് യു. അടച്ച് നമുക്ക് റിസീപ്റ്റ് തരണം എന്നാണ് എഗ്രിമെന്റിലുള്ളത്. ഇത്ര നാൾ അടയ്ക്കാണ്ടിരുന്നിട്ടും നമ്മൾ ഇതിന്റെ പുറകെ ഒന്നും പോയിട്ടില്ല. നമുക്ക് പൈസ വേണ്ട, ആ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എന്താ പറയാ, സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ഇതിൽ പോവാണ്. പക്ഷെ ഇപ്പൊ കേസ് വന്നപ്പോൾ പൈസ വേണ്ടെങ്കിൽ സമാധാനമായി ജീവിച്ചാൽ മാത്രം മതിയെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കേസുമായി വന്നിരിക്കുന്നത്? മകൾക്ക് അച്ഛനെ വേണ്ട, പക്ഷെ അച്ഛന്റെ പണം വേണോ?